ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അനഖാറാം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. കരുതലിന് കൈകോർത്ത് ഭരണ പ്രതിപക്ഷം, ലഹരിക്കെതിരെ. ഉത്സവ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി കടുവയിൽ മുസ്ലിം ജമാഅത്ത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മിതിയെ സ്വാധീനിച്ച ഗുരുദേവ മഹാത്മാജി കൂടിക്കാഴ്ചയ്ക്ക് 100 വയസ്സ്. ചോദ്യക്കടലാസ് ചോർച്ച, മുഹമ്മദ് ഷുഹൈബ് അറസ്റ്റിൽ. 5 ഓസ്കാർ നേടി അനോറ. നേതാക്കൾ കാർത്തി. രഞ്ജിയിൽ കേരളത്തിൻ്റേത് വിജയസമാന നേട്ടം, മുഖ്യമന്ത്രി. ക്രമക്കേട്, ഗ്രൂപ്പ് സി സ്ഥാനക്കയറ്റങ്ങൾ റെയിൽവേ റദ്ദാക്കി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. കരുതലിന് കൈകോർത്ത് ഭരണ പ്രതിപക്ഷം, ലഹരിക്കെതിരെ. കൗമാരക്കാരായ കുട്ടികൾ സഹപാഠികളെ മൃഗീയമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് നിരന്തരമുണ്ടാവുകയും കോഴിക്കോട് താമരശ്ശേരിയിൽ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കരുതലിന്റെ കരങ്ങളുമായി നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും. ലഹരിക്കെതിരെ അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹം ആകെയും ഒത്തുചേർന്നുള്ള ഇടപെടലാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൃത്യമായ ആക്ഷൻ പ്ലാൻ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ 2 മേഖലകളാക്കി ഐജിമാർക്ക് ചുമതല നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉത്സവ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി കടുവയിൽ മുസ്ലിം ജമാഅത്ത്. തോട്ടക്കാട് ചാങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഘോഷയാത്രയ്ക്ക് കടുവയിൽ മുസ്ലിം ജമാഅത്തിന്റെ വരവേൽപ്പ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയിൽ ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും വിതരണം ചെയ്തു. ക്ഷേത്ര ഭാരവാഹികളായ ജയേഷ് കടുവയിൽ, എസ് പങ്കജാശൻ കുറുപ്പ് തുടങ്ങിയവരെ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരിച്ചു. പ്രസിഡന്റ് ഇ ഫസിലുദ്ദീൻ, സെക്രട്ടറി എ റഹീം, ട്രഷറർ മുഹമ്മദ് ഷഫീഖ്, ഭാരവാഹികളായ എം.എസ്. ഷഫീർ, എ നഹാസ്, വാർഡ് അംഗം മുഹമ്മദ് റഷീദ് എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മിതിയെ സ്വാധീനിച്ച ഗുരുദേവ മഹാത്മാജി കൂടിക്കാഴ്ചയ്ക്ക് 100 വയസ്സ്. ശ്രീനാരായണ ഗുരുദേവനെ കാണാനായി മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തിയത് 1925 മാർച്ച് 12-നാണ്. 100 വർഷം പൂർത്തിയാകുന്ന ഈ കൂടിക്കാഴ്ചയിൽ നടന്ന സംഭാഷണത്തിലെ ഒരു ഭാഗം 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി ഡോക്ടർ അംബേദ്കറെ ആഴത്തിൽ സ്വാധീനിച്ചുവെന്നത് വിസ്മൃതിയിലാണ്ട ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അല്പം നീണ്ട സംഭാഷണത്തിനിടയിൽ ഐത്തോച്ചാടനത്തിനു പുറമെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരെ മുഖ്യധാരയിലെത്തിക്കാൻ അനിവാര്യമായ നടപടികൾ എന്തൊക്കെയാകണം എന്ന് മഹാത്മാജി ഗുരുദേവനോട് ആരാഞ്ഞു. ഈ ചോദ്യത്തിന് ഗുരുദേവൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: അവർക്ക് ധനവും വിദ്യയും വേണം. ഗുരുദേവന്റെ മറുപടി മഹാത്മാജിയെ ഞെട്ടിച്ചു. മറ്റു തിരക്കിട്ട പരിപാടികൾ ഒഴിവാക്കി ഒരു ദിവസം ശിവഗിരിയിൽ തങ്ങാമെന്ന് മഹാത്മാജി തീരുമാനിച്ചത് ഗുരുദേവന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴായിരുന്നു. ചോദ്യക്കടലാസ് ചോർച്ച, മുഹമ്മദ് ഷുഹൈബ് അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങി. പൊതുവിദ്യാലയങ്ങളിലെ പരീക്ഷാ ചോദ്യക്കടലാസ് ചോർത്തിയ സംഭവത്തിലെ മുഖ്യപ്രതി എം.എസ്. സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബ് അറസ്റ്റിൽ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയ കീഴടങ്ങിയ ഷുഹൈബിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനായി അന്വേഷണ സംഘം ഷുഹൈബിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യക്കടലാസ് ചോർച്ചയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് ഷുഹൈബ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി. മലപ്പുറത്തെ പ്യൂണിൽ നിന്ന് ചോദ്യക്കടലാസ് കൈപ്പറ്റിയ അധ്യാപകൻ ഫഹദിനെ എം.എസ്. സൊല്യൂഷൻസിലേക്ക് അയച്ചത് മറ്റൊരു പ്രമുഖ സ്ഥാപനമാണെന്ന് ഷുഹൈബ് പറഞ്ഞു. 5 ഓസ്കാർ നേടി അനോറ. 97ാമത് ഓസ്കാറിൽ ഗംഭീര നേട്ടം സ്വന്തമാക്കി അമേരിക്കൻ സിനിമ അനോറ. മികച്ച ചിത്രം ഉൾപ്പെടെ 5 പുരസ്കാരങ്ങൾ അനോറ വാരിക്കൂട്ടി.
അനോറയിലൂടെ മികച്ച സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ് പുരസ്കാരങ്ങൾ ഷോൺ ബേക്കർ നേടി. ചിത്രത്തിലെ നായിക മൈക്കി മാഡിസൺ ആണ് മികച്ച നടി. കാൻ ഫിലിം ഫെസ്റ്റിൽ മികച്ച ചിത്രത്തിനുള്ള പാം ഡി ഓർ പുരസ്കാരം അനോറയ്ക്കായിരുന്നു. ബ്രാഡി കാർബൈറ്റ് സംവിധാനം ചെയ്ത ദ ബ്രൂട്ടലിസ്റ്റിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഏഡ്രിയൻ ബ്രോഡി മികച്ച നടനായി. നേതാക്കൾ കാർത്തി തുടർഭരണം കിട്ടിയതോടെ പാർട്ടി നേതാക്കളിൽ പണമുണ്ടാക്കാനുള്ള ആർത്തിയാണെന്നും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശുഭകരമല്ല കാര്യങ്ങളെന്നും CPM പ്രവർത്തന റിപ്പോർട്ട്. സഖാക്കൾ വരവിൽ കവിന സ്വത്ത് സമ്പാദിക്കുന്നു, കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിച്ച് കൂട്ടുകച്ചവടം നടത്തുന്നു. പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടുന്ന കൊട്ടേഷൻ സംഘങ്ങൾ പലയിടത്തുമുണ്ട്. നേതാക്കൾ ഉൾപ്പെടെ അടിമുടി തിരുത്തലിന് വിധേയകാരണമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച 5 ഭാവങ്ങളിലുള്ള പ്രവർത്തന റിപ്പോർട്ട് അടിവരയിടുന്നു. രഞ്ജിയിൽ കേരളത്തിൻ്റേത് വിജയസമാന നേട്ടം. മുഖ്യമന്ത്രി. രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ കേരള ടീം വിജയസമാനമായ നേട്ടമാണ് കൈവരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത തവണ കപ്പ് നേടാനുള്ള ചവിട്ടുപടിയായി ഇതിനെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ കേരള ക്രിക്കറ്റ് ടീമിന് സംസ്ഥാന സർക്കാർ നൽകിയ ആദരവിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പരിചയസമ്പത്തും യുവത്വവും ചടുലതയും ഒത്തുചേർന്ന വിന്നിംഗ് കോംബോയാണ് ഇത്തവണത്തെ ടീമിലുണ്ടായിരുന്നത്. സൽമാൻ നിസാർ, മുഹമ്മദ് അസ്റുദ്ദീനും ഈ സീസണിൽ 600 റൺസിലേറെയാണ് നേടിയത്. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും MT നിതീഷ് മികച്ച പ്രകടനം പുറത്തെടുത്തു. ജലജ് സക്സേനയും ആദിത്യ സർവദയും ടീമിന്റെ വിജയങ്ങളിൽ നിർണായകമായി. മറുനാടൻ താരങ്ങളാണെന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിലും അവരും കേരള സമൂഹത്തിന്റെ ഭാഗം തന്നെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്രമക്കേട് ഗ്രൂപ്പ് C സ്ഥാനക്കയറ്റങ്ങൾ റെയിൽവേ റദ്ദാക്കി. സ്ഥാനക്കയറ്റങ്ങൾക്ക് ഇനി കേന്ദ്രീകൃത പരീക്ഷ. ഗ്രൂപ്പ് C തസ്തികകളിലേക്ക് വകുപ്പ് തലത്തിൽ നടന്ന സ്ഥാനക്കയറ്റങ്ങൾ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് റെയിൽവേ ബോർഡ് റദ്ദാക്കി. ഇനി മുതൽ എല്ലാ വകുപ്പ് തല സ്ഥാനക്കയറ്റങ്ങളും കേന്ദ്രീകൃതമായി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഥാനക്കയറ്റത്തിനായി ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് CBI ഉത്തർപ്രദേശ് മുഗൾ സരായിലെ 26 റെയിൽവേ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും 1.17 കോടി രൂപ പിടിച്ചടക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് റെയിൽവേ ബോർഡിന്റെ തീരുമാനം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. കരുതലിന് കൈകോർത്ത് ഭരണ പ്രതിപക്ഷം. ലഹരിക്കെതിരെ. ഉത്സവ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി കടുവയിൽ മുസ്ലിം ജമാഅത്ത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മിതിയെ സ്വാധീനിച്ച ഗുരുദേവ മഹാത്മാജി കൂടിക്കാഴ്ചയ്ക്ക് 100 വയസ്സ്. ചോദ്യകടലാസ് ചോർച്ച. മുഹമ്മദ് ഷുഹൈബ് അറസ്റ്റിൽ. 5 ഓസ്കാർ നേടി അനോറ. നേതാക്കൾ കാർത്തി. രഞ്ജിയിൽ കേരളത്തിൻ്റേത് വിജയസമാന നേട്ടം. മുഖ്യമന്ത്രി. ക്രമക്കേട് ഗ്രൂപ്പ് C സ്ഥാനക്കയറ്റങ്ങൾ റെയിൽവേ റദ്ദാക്കി. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. 9ാം ക്ലാസ് B ഡിവിഷനിലെ ശില്പ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ വെച്ചാണ്? നാഗ്പൂർ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ശിവഗിരിയിലെത്തി മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.